കാണാൻ പോകുന്ന ടേബിൾ മാറ്റുകളാണ്. ഡൈനിങ് ടേബിളിലൊക്കെ ഇടാൻ പറ്റിയ ഇത്തരം മാറ്റുകൾ കോട്ടൺ ക്ലോത്തിൽ ഉണ്ടാക്കിയിരുന്നതാണ്. ഇത് നമുക്ക് ഒരു ചിലവും ഇല്ലാതെ ഉണ്ടാക്കാവുന്നതാണ്. കാരണം ഇത് വേസ്റ്റ് ക്ലോത്തുകൾ, അതായത് കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് വരുന്ന വേസ്റ്റ് ക്ലോത്ത് കൊണ്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ വീട്ടമ്മമാർക്കൊക്കെ വേണമെങ്കിൽ ഇതൊരു വരുമാന മാർഗമായിട്ട് ചെയ്ത് സമയമുള്ളവർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതൊരു വരുമാന മാർഗമായിട്ട് വേണം തന്നെ ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് മെഷീനിൽ അടിക്കാനുള്ള അറിവ് മാത്രം മതി ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനാദ്യമായിട്ട് വേണ്ടത് നമ്മൾ ബേസ് ആയിട്ട് പിടിപ്പിക്കാൻ, ഇതിൻ്റെ ഈ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാനായിട്ടൊരു ബേസ് വേണം. ആ ബേസിനായിട്ടുള്ള ഒരു ഒറ്റ തുണിയാണ് വേണ്ടത്. അപ്പോൾ അത് കട്ടിയുള്ളതാണ് ഏറ്റവും നല്ലത്. ഞാനിവിടെ പക്ഷേ കട്ടി കുറഞ്ഞൊരു ക്രേപ്പിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ പുറത്തൊക്കെ ചെയ്ത് കൊടുക്കാനാണെങ്കിൽ നല്ല കട്ടിയുള്ള മെറ്റീരിയൽ വാങ്ങി അതിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ബേസ് മാത്രം. ഇതേപോലെ സാധാ ക്ലോത്തിൽ ചെയ്താലും നമ്മൾ ബാക്കി മെറ്റീരിയൽ മണ്ടയിൽ അടിക്കുമ്പോൾ ഇതിന് ഓൾറെഡി ഒരു സ്റ്റിഫ്നെസ് വരും. എങ്കിലും ഞാൻ പറയുകയാണ് കട്ടിയുള്ളതാണെങ്കിൽ ഒന്നുകൂടെ നല്ലത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഇതിൻ്റെ നീളം നമ്മൾ മാർക്ക് ചെയ്യുന്നു. നീളം 18 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ വീതി ഞാൻ 12 ഇഞ്ചാണ്. 18 ഇഞ്ചും 12 ഇഞ്ചും നീളവും വീതിയിലുമാണ് ഞാനിത് ഉണ്ടാക്കാനായിട്ട് ബേസ് എടുക്കുന്നത്. ഈ അളവിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ 5 or 6 എണ്ണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ഇങ്ങനെ അളവെടുത്തിട്ട് മടക്കി കട്ട് ചെയ്താലും മതി. ഞാനിപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഒരു ഇതിൽ മാത്രമേ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ കൂടി ഒരു ലൈൻ ഇടണം. നമ്മൾ ആ ഒരു ഇതിൽ വെച്ചിട്ടാണ് ഈ വെട്ട് പീസുകൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സെൻറ്റർ അറിയാൻ ഇതേപോലെ നടുക്കൂടെ മടക്കി 2 വശം ഒന്ന് കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് സെൻറ്റർ അറിയാൻ എളുപ്പമുണ്ട്. ശേഷം സെൻറ്ററിൽ കൂടി ഒന്ന് ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്യുക. ഇനിയാണ് നമ്മുടെ താരം. വെട്ട് പീസുകളാണ് ഇതെല്ലാം ഓരോന്ന് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാലൻസ് വന്നിരിക്കുന്ന തുണികളാണ്. ഇത് കോട്ടൺ മെറ്റീരിയൽ തന്നെ ഞാൻ നോക്കി സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതേപോലെ വേസ്റ്റ് ക്ലോത്തുകളൊന്നും കയ്യിലില്ല എങ്കിൽ വിഷമിക്കേണ്ട. നമ്മൾ അടുത്ത് അറിയുന്ന സ്റ്റിച്ചിങ് യൂണിറ്റുകളിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഇഷ്ടംപോലെ ഇതേപോലെയുള്ള കട്ട് പീസുകൾ കാണുമായിരിക്കും. അത് ചോദിച്ചൊന്ന് വാങ്ങിച്ചാൽ മതി. ഇത് ബിസിനസ്സായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണമെങ്കിൽ അങ്ങനെ ചോദിച്ച് വാങ്ങാവുന്നതാണ്. അത്തരം വെട്ട് പീസുകളൊക്കെ ചുളുങ്ങിയിരിക്കുകയാണെങ്കിൽ അതെല്ലാം ഒന്ന് നേരെ വെച്ച് ഒന്ന് അയൺ ചെയ്യുക. അയൺ ചെയ്തതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ 2 ഇഞ്ച് വീതിയിൽ ഓരോ പീസും നമുക്ക് 2 ഇഞ്ച് വീതി വേണം. നീളം എത്രയാണെങ്കിലും കുഴപ്പമില്ല. ഇതേപോലെ നമ്മൾ സൗകര്യത്തിലൊന്ന് മടക്കി വെച്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുക. അപ്പോൾ അതുപോലെ 2 ഇഞ്ച് വീതിയിൽ അളവെടുത്ത് കട്ട് ചെയ്ത പീസുകളാണ് ഈ ഇരിക്കുന്നതെല്ലാം. നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കളർ കോമ്പിനേഷൻ നോക്കി അടുത്തടുത്ത് പിടിപ്പിക്കാൻ വേണ്ടി ഒത്തിരി ഇങ്ങനെ ഒരുമിച്ച് അങ്ങ് കട്ട് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ട ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു ഇതാണ്. നമുക്ക് ആദ്യം ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വേണം പിടിപ്പിച്ചതിന് ശേഷമാണ് ബാക്കി ഈ 2 ഇഞ്ച് വീതിയിലുള്ളത് പിടിപ്പിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇച്ചിരി സ്വല്പം കൂടെ വീതിയുള്ള ഒരു മെറ്റീരിയൽ ഉള്ളത് എടുക്കുകയാണ്. ഒത്തിരി വീതിയൊന്നും വേണ്ട. ഞാനിവിടെ 2 എണ്ണത്തിന് ഒരുമിച്ച് ഒറ്റയടിക്ക് കട്ട് ചെയ്യുകയാണ് ട്രയാങ്കിൾ ഷേപ്പ്. അപ്പം സ്ക്വയറായിട്ട് എടുത്തിട്ട് അത് നേരെ നടുക്കൂടെ മുറിച്ചാണ് ഞാൻ ട്രയാങ്കിൾ ആക്കുന്നത്. ഞാൻ 6 ഇഞ്ച് വീതിയിലും 6 ഇഞ്ച് നീളത്തിലുമാണ് അപ്പം ഇവിടെ സ്ക്വയർ ആദ്യം വെട്ടിയെടുക്കുന്നത്. 6 ഇഞ്ചാണ് ഈ മാർക്ക് ചെയ്യുന്നത്. ശേഷം അതിൻ്റെ നേരെ നടുക്കൂടെ കട്ട് ചെയ്താൽ 2 ട്രയാങ്കിളുകൾ കിട്ടുമല്ലോ. അതുപോലെ ചെയ്താൽ മതി. ഒരുമിച്ച് ഒത്തിരി വേണമെങ്കിൽ ഒരേപോലെ മടക്കി ഇട്ടിട്ട് ചെയ്താലും മതി. ഇപ്പോൾ ഞാനിപ്പോൾ 2 എണ്ണത്തിനായിട്ട് മാത്രമാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് 2 ട്രയാങ്കിൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്ത ബേസില്ലേ, ആ ബേസിലേക്ക് ഇതെല്ലാം പിടിപ്പിക്കാനാണ്. അപ്പോൾ ആ ബേസിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തായിരുന്നല്ലോ, അവിടെ ഞാനിങ്ങനെ സ്ട്രെയിറ്റായിട്ട് 2 സെൻറ്ററുകളൂടെ കൂട്ടി ഒന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. ആ വരയിലേക്ക് ആ ട്രയാങ്കിളിൻ്റെ ഒരു കോണ് ഇങ്ങനെ വരുന്ന പോലെ ഇതേപോലെ കണ്ടില്ലേ ഇപ്പോൾ വെച്ചേക്കുന്നത്, അതുപോലെ വയ്ക്കുന്നു. വെച്ച ശേഷം നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യണം. ഈ ട്രയാങ്കിൾ ആദ്യം സ്റ്റിച്ച് ചെയ്തങ്ങ് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശേഷം നമ്മൾ ഈ 2 ഇഞ്ച് വീതിയിൽ വെട്ടിയത് ഓരോന്നും ഇതേപോലെ വെച്ച് 2 സൈഡിലേക്ക് ഒരേ നിറങ്ങൾ ഇപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ 2 സൈഡും വയ്ക്കുക. പിന്നെ അടുത്ത കളർ എടുത്ത് അതിൻ്റെ അടുത്തായിട്ട് വയ്ക്കുക. ഇതേപോലെ നമ്മൾ തിരിച്ചിട്ടിട്ട് തയ്ച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ചാലും മതി. അല്ല എങ്കിൽ അപ്പോൾ ഈ 2 സ്റ്റിച്ചിൻ്റെ ആവശ്യമുണ്ട്. കാരണം ഇങ്ങനെ തിരിച്ചിടുകയും അതിൻ്റെ പുറമെ ഒന്ന് പതിച്ചടിക്കുകയും ചെയ്യണം. അല്ല എങ്കിൽ നമുക്ക്
നമുക്ക് ഇങ്ങനെ ക്ലോത്ത് കോട്ടൺ ആയതുകൊണ്ട് മടക്കിയാലിരിക്കുന്നതാണ്. ഒന്ന് മടക്കി വെച്ചിട്ട് നേരെ ഒറ്റയടി അടിച്ചാലും മതി. അപ്പോൾ ഞാൻ ഈ ട്രയാങ്കിൾ ഇവിടെ ഒന്ന് തെന്നിപ്പോകാതിരിക്കാൻ ഒന്ന് പിൻ ചെയ്യുകയാണ്. ചെയ്ത ശേഷം ഇത് അടിച്ചു വിടുകയാണ്. ഈ ട്രയാങ്കിൾ തയ്ച്ച് കഴിഞ്ഞ ശേഷം ഈ ട്രയാങ്കിൾ ഏത് കളറിലാണോ നമ്മൾ ആദ്യം പിടിപ്പിക്കുന്നത് അതിനോട് ചേരുന്ന ഒരു കളറിലുള്ള 2 ഇഞ്ചിൽ വെട്ടിയ നമ്മളുടെ വെട്ട് പീസുകൾ എടുക്കുക. ഈ കളറിനുമായിട്ടൊന്ന് ചേരുന്ന ഒരു കളർ നോക്കുക. അങ്ങനെ ആകുമ്പോഴാണല്ലോ അടുത്തടുത്ത് പിടിപ്പിക്കുമ്പോൾ ഒരു ഭംഗി. ഇതിപ്പോൾ ആദ്യം ഞാൻ 2 രീതിയിലും 2 അടിപ്പ് അടിക്കുന്ന രീതിയിലും കാണിക്കുന്നുണ്ട്, മറ്റേ ഒറ്റ അടിപ്പ് അടിക്കുന്ന രീതിയിലും കാണിക്കുന്നുണ്ട്. ഏറ്റവും ആദ്യം നമ്മൾ ഈ 2 അടിപ്പ് അടിക്കുന്ന രീതിയിലാണ്, അതായത് നമ്മുടെ ചീത്ത വശം നമ്മളെ അതിലോട്ട് കയറ്റി ഇങ്ങനെ വെച്ചിട്ടാണ് അടിക്കുന്നത്. ശേഷം ഇപ്പുറത്തേക്ക് തിരിക്കുക. അപ്പം നല്ല വശമായല്ലോ. ഇപ്പോൾ ഒരടിപ്പ് അടിച്ചു കഴിഞ്ഞു. ഇനി ഇത് മുകളിലൂടെ ഇതിനെ ഒരു പതിച്ചടിക്കുകയും കൂടെ ചെയ്യണം. അല്ല ഇങ്ങനെ പൊങ്ങിയ പോലെ ഇരിക്കും. ഇങ്ങനെ പതിച്ചു വിടുന്നു, അടിച്ചു. അപ്പോൾ 2 അടിപ്പ് ഇതിന് വരുന്നുണ്ട്. അല്ലാതെ അടുത്ത തൊട്ട് ഞാൻ എങ്ങനെയാണ് ഒറ്റ അടിപ്പിൽ നിർത്തുന്നതെന്നുകൂടെ കാണിച്ചു തരാം. ഇതിങ്ങനെ നിർത്തുന്നു. ശേഷം നമ്മൾ ഈ രണ്ടാമത്തെ പീസ് ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ കറക്റ്റ് നോക്കണം. നമ്മുടെ ആ ഒരു വര വരച്ചുണ്ടല്ലോ, ആ വരയിലേക്ക് ഇതിൻ്റെ കോർണർ, ഇതിൻ്റെ മറ്റേ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന അല്ലാതെ മറ്റേ വശത്തെ ആ കോർണർ ആ വരയിലേക്ക് ഫേസ് ചെയ്യുന്ന പോലെ തന്നെ വേണം ഇത് വെച്ച് അടിക്കാൻ. അതുകൊണ്ടല്ലേ ഇപ്പോൾ ഇത് തയ്ച്ച് കഴിഞ്ഞപ്പോൾ നോക്കി ആ വരയിലോട്ട് തന്നെ അതിൻ്റെ ആ കോർണർ വരുന്നുണ്ടല്ലോ, ആ മൂലവശം വരുന്നത് ആ വരയിലേക്ക് ഫേസ് ചെയ്യുന്ന പോലെ, അതുപോലെ വേണം നമ്മൾ ഓരോന്നും ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ആ ഓർഡർ അങ്ങ് പോകും. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ഇതിനോട് മാച്ച് ചെയ്യുന്ന വേറൊരു കളർ എടുക്കുകയാണ്. ഞാൻ ഈ ഒരു കളറാണ് എടുക്കുന്നത്. ആ കളറിൽ ഈ കണ്ടില്ലേ, ഇപ്പോൾ ഞാൻ ഈ ഒറ്റ അടിപ്പായിട്ട് അടിച്ചാൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. കോട്ടൺ ആയതുകൊണ്ട് കണ്ടാൽ മടക്കിയാൽ ആ മടക്കിയ പോലെ തന്നെ ഇരിക്കും. അങ്ങനെ മടക്കി വെച്ചിട്ട് ഈ സൈഡ് മാത്രം ഒന്ന് മടക്കി വെച്ചിട്ട് മുകളിലേക്ക് വെച്ച് ഒറ്റ അടുപ്പിലാണ് ഇനി തൊട്ട് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഓരോ കളറും സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മെയിനായിട്ട് നമ്മളുടെ ആ ഒരു കോർണർ ആ വരയുമായിട്ട് ഫേസ് ചെയ്ത് വരണം, അതാണ് നോക്കേണ്ടത്. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ റെഡാണ് വയ്ക്കുന്നത്. ഈ ഒരു കളറിൽ ഇതാണല്ലേ ഇതുപോലെ വയ്ക്കുന്നു. ഇതുപോലെ ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് നമ്മൾ ഓരോ കളറുകളും വെച്ച് ഇങ്ങനെ താഴെ വരെ അടിച്ചെടുക്കുകയാണ്. ഈ ബേസ് ഇതേപോലെ കട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഈ 2 ഇഞ്ചിൽ വെട്ടിയ ഈ പീസുകൾ നമുക്ക് എങ്ങനെ വെച്ച് വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം. അതായത് ഒന്ന് ചരിച്ച് വെച്ച് വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം. അല്ല എങ്കിൽ ഇത് നേരെ വെച്ച് അടിച്ച് വേണമെങ്കിലും നമുക്ക് ഇത് ഫില്ല് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഒന്നുകൂടെ ഒരു ഭംഗി, ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പ് വെച്ചിട്ട് അതിനെ ഇങ്ങനെ കവർ ചെയ്ത് വരുമ്പോഴാണ് ഒരു പ്രത്യേക ഭംഗിയാണ് അത് കാണാൻ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇച്ചിരി മെനക്കെട്ടാണെങ്കിലും ഇങ്ങനെ ചെയ്യുന്നത്. മറ്റേ നേരെ വേണമെങ്കിലും അടിച്ചടിച്ച് നമുക്കിത് ഫില്ല് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അത്രയൊരു ഭംഗി വരികയില്ല. അപ്പോൾ മുഴുവൻ അടിച്ചതിന് ശേഷം ഞാൻ സൈഡുകളിൽ നീണ്ടു നിൽക്കുന്ന ക്ലോത്ത് എല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു സൈഡ് വെച്ച ഒരു ബോർഡർ ചെയ്യാനുണ്ട്. അപ്പോൾ ബോർഡർ ചെയ്യാനായിട്ടും ഇതുപോലെ തന്നെ 2 ഇഞ്ച് വീതിയിൽ ഒറ്റ കളർ, ഏതെങ്കിലും ഒരു ഒറ്റ കളർ, ഇപ്പം നമ്മൾ 6 എണ്ണം ഒരുമിച്ച് ഒരു ടേബിൾ മാറ്റ് ചെയ്യുവാണെങ്കിൽ 6 എണ്ണത്തിനും ഒരേ ബോർഡർ കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇത് ഡിസൈനുകൾ ഓരോന്നും ഓരോ രീതിയിലായിരിക്കുമല്ലോ. കാരണം നമുക്ക് മെറ്റീരിയലുള്ള അനുസരിച്ച് പല രീതിയിലായിരിക്കും ഡിസൈനുകൾ വരുന്നത്. പക്ഷേ അപ്പോൾ ഈ ബോർഡർ ഒരേപോലെ ബ്ലാക്കാണോ ഡാർക്ക് കളറിലേതിലേത് ഒരു ബ്ലാക്കിലോ വൈറ്റിൽ കൊടുക്കുന്നതിനേക്കാളും ഡാർക്ക് കളറുകൾ കൊടുക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ ഒരേ കളറിലുള്ള ഒരു ബോർഡർ വരുമ്പോൾ ഇതിന് ഈ ഒരു സെറ്റായിട്ട് പോലെ തോന്നും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ബോർഡർ ഒറ്റയായിടണം. 6 എണ്ണം ഉണ്ടെങ്കിൽ 6 എണ്ണത്തിനും ഒരേ ബോർഡർ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ബോർഡർ പൈപ്പിംഗ് അടിക്കുന്ന പോലോ അല്ല എങ്കിൽ ഇപ്പോൾ ഞാൻ തയ്ക്കുന്ന പോലെ സ്വല്പം വീതിക്കോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാവുന്നതാണ്. ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ അടിച്ച് അകത്തേക്ക് മറിച്ച് ആ ഫ്രണ്ടിൽ കൂടെ തന്നെ ഞാൻ അകത്തേക്കുള്ള ആ ഭാഗം ഞാൻ അടിക്കുന്നത്. നമുക്ക് മടക്കി വെച്ച് അതേപോലെ തന്നെ ഇരിക്കുന്ന കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് ഇതേപോലെ ഇങ്ങനെ ഫ്രണ്ടിൽ കൂടി അടിപ്പ്, കാരണം നമ്മളിവിടെ ആണല്ലോ കാണുന്നത്, അവിടെ നൂല് നല്ല രീതിയിലിരിക്കാൻ വേണ്ടി ഈ ഫ്രണ്ടിൽ കൂടെ തന്നെ ആ ബോർഡറിൽ കയറാതെ പോലെ അകത്തൂടെ അടിച്ച് ഞാനത് ഒതുക്കിയെടുക്കുകയാണ്. ഇങ്ങനെയാണ് 4 വശവും ഞാൻ ചെയ്തെടുക്കുന്നത്. നമ്മളിവിടെ ബേസായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ക്ലോത്ത് തീരെ കനം കുറഞ്ഞതായിരുന്നു. കട്ടിയുള്ള മെറ്റീരിയൽ ആണെങ്കിൽ ഒന്നുകൂടെ
സ്റ്റിഫായിട്ട് നിൽക്കും നമ്മുടെ മാറ്റ്. ഇതിപ്പോൾ തീരെ കട്ടി കുറഞ്ഞാണ് എങ്കിൽ പോലും, കട്ടി കുറഞ്ഞ മെറ്റീരിയൽ പോലും നമ്മൾ ഇത്രയും മെറ്റീരിയലുകൾ ഇങ്ങനെ മണ്ടയിൽ കൂടെ അടിക്കുമ്പോൾ ഒരുവിധം സ്റ്റിഫായിട്ട് തന്നെ നിൽക്കും. അപ്പം കട്ടിയുള്ള മെറ്റീരിയലൂടെയാണ് അടിയിൽ വയ്ക്കുന്നതെങ്കിൽ നല്ല വടി പോലെ നിൽക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലെയാണ് നമ്മുടെ മാറ്റിൻ്റെ ഫൈനൽ ലുക്ക്. ഇതേപോലെ തന്നെ നീളത്തിൽ ചെയ്യുവാണെങ്കിൽ റണ്ണറാക്കിയും നമുക്ക് ഇതെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ്.